കുറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മർഹൂം അബ്ദുസ്സലാം സുല്ലമിയുടെ ഒരു പ്രഭാഷണം റമദാനിന്റെ കുറച്ച് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, റമദാനാണ് വരാനിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ റമദാനിൽ അതിന്റെ 17ാമത്തെ ദിവസം മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം കഴിക്കുന്ന നോമ്പറക്കുന്ന ഒരു ഇടപാടുണ്ട്. അപ്പൊ നോമ്പും സ്വീകരിക്കൂല, അർത്ഥവും സ്വീകരിക്കൂല കേട്ടോ. ഒരു ശുരുക്കിന്റെ വഴിയാണ്, മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. റസൂലുള്ളാഹ് ബദർ കഴിഞ്ഞിട്ട് 8 വർഷം ജീവിച്ചിട്ടുണ്ട്. ഒരൊറ്റ വർഷം പോലും സ്വഹാബത്തിനെ വിളിച്ചിട്ട് നമ്മൾ ബദർ കഴിഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത റസൂലുള്ളാഹ് പഠിപ്പിച്ച ദീനിലില്ലട്ടോ. സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈകൾ ചെയ്തിട്ടില്ല. താബിഈകൾ അവർക്ക് ആർക്കും അറിയാത്ത ഒന്നാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കരുതെന്ന് അദ്ദേഹമാണ് റസൂൽ. ഞാൻ ആ പ്രസംഗം ഓടി മാറി കേൾക്കാൻ പോയതാ. കാരണം അവിടെ മറുപടി പറയാൻ വരേണ്ടത് എന്റെ ഉസ്താദ് വാപ്പട്ടി ദാരിമിയൻ. എന്താ അദ്ദേഹം പറഞ്ഞത് കേൾക്കണല്ലോ. അദ്ദേഹം അത് പറഞ്ഞത് കേട്ട് ഞാൻ പിറ്റേ ദിവസം ഉസ്താദിനോട്, എന്റെ ഉസ്താദിനോട് അബൂബക്കർ ഫൈദിയോട് റസൂൽ ചോദിച്ചു, ഉസ്താദെ റസൂലുള്ള ബദരീങ്ങളാണ് കഴിച്ചിട്ടില്ലേ? ഉസ്താദ് ആ ഒരു ചോദ്യം പുതിയ ചോദ്യമല്ല, അങ്ങനെ ചോദിക്കലില്ലല്ലോ. ആരടാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. എവിടെ നിന്ന് കേട്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറ്റൂരിന്ന് അബ്ദുസ്സലാം സുല്ലമിന്റെ ഒരു പ്രഭാഷണം അവിടെ അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹ് ചെയ്തിട്ടില്ല. ശരിയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, റസൂലുള്ളാഹ് ബദരീങ്ങളാണ് കഴിച്ചിട്ടില്ല. ഉസ്താദ് അബൂബക്കർ സിദ്ദീഖിനെ മാത്രം ചോദിക്കണ്ട, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു, 4 ഖലീഫമാരായിട്ടുള്ള നേതാക്കന്മാരും ബദരീങ്ങളാണ് കഴിക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിൽ കാണിച്ചു തന്നിട്ടില്ല. താബിഈകളോ പഠിപ്പിച്ചു തന്നിട്ടില്ല. അറിയപ്പെടുന്ന പ്രഗത്ഭരായ അൽമത്തുകളായ ഇമാമുകൾ ആരും ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാമിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ യോജിസ്ഥാപിക്കട്ടെ, ഞമ്മക്ക് എവിടെ നിന്ന് അത് കിട്ടിയത്? അത് നാട്ടാചാരമായിട്ട് വന്നതാണ്. ആരോ ചെയ്തു വെച്ചു, അതിന് അങ്ങനെ കയറി വന്നതാ. അവൻ ചോദിച്ചത് ചെയ്ത കൂലി കിട്ടുമോ? എടാ, കൂലി തരുന്നുണ്ടെങ്കിൽ നമ്മ പഠിപ്പിച്ച ദീനിൽ ഉണ്ടാവണം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന ആയത്തിൽ കൂലി തന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് ഈ ദീനിനെ പരിപൂർണമാക്കി കൊടുത്തതാ. ഇനി അതിലേക്ക് ഒരു കൂലി ഉണ്ടാകേണ്ട സംഗതി പുറത്ത് നമുക്ക് എടുത്തേക്കാൻ പറ്റൂല. കൂലി കിട്ടുന്ന അവൻ ചോദിച്ചു, വിട്ടു നിന്നാൽ കുറ്റം കിട്ടുമോ? കാരണം നമ്മളൊക്കെ ബദരീങ്ങളാണ്, ഇങ്ങനെ സജീവമായിട്ട് ഇറങ്ങുന്ന ആളുകളാണല്ലോ. വിട്ടു നിന്നാൽ കുറ്റം കിട്ടുമോ എന്ന് ചോദിച്ചു. റസൂലുള്ള സുന്നത്താണെന്ന് പഠിപ്പിച്ച ഒന്നല്ലാത്തതിൽ നിന്ന് മാറി നിന്നാൽ കുറ്റം കിട്ടൂല. റസൂലുള്ള സംഗതി സുന്നത്താണെന്ന് പഠിപ്പിച്ചാൽ അതെനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റൂല, അതിക്കാരാണ്. എന്നാൽ റസൂലുള്ളാഹി അന്നത്തെ ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് വിട്ടുന്ന കുറ്റം കിട്ടൂല. പിറ്റത്തെ ആ വർഷത്തെ റമദാനിൽ ബദരീങ്ങളാണ്ടിൽ നിന്ന് ഞാൻ മാറിയിരുന്നു. അതിന്റെ മാംസം, അതിന്റെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വല്ലാത്ത താല്പര്യമാണ്. കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിലൊക്കെ, വീട്ടിലേക്ക് കൊടുന്നില്ല. അന്നൊക്കെ എന്റെ ഉമ്മ ഇങ്ങനെ വളരെ സജീവമായിട്ട് വട്ടാണി പപ്പ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന കാലഘട്ടമാണ്. കുട്ടി അനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കൊടുന്നാല് നമ്മളത് കൊടുത്തില്ലേ വലിയ മുസീബത്തുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോ ഈ കൊണ്ടുവരാത്ത ഒരു കാലഘട്ടത്തിൽ വരുന്ന മുസീബത്ത് നമുക്കൊന്നും കാണുന്നുണ്ടോ? അള്ളാഹ് റസൂല് പഠിപ്പിക്കാത്തൊന്നും നമുക്ക് വേണ്ട. റസൂലുള്ളാഹി അറിയാത്ത ഒരു ബദരീങ്ങളാണ്ട് അതിന്റെ ഒരു ആചാരം നമുക്ക് വേണ്ട. അത് നമ്മൾ ബദരീങ്ങളോടുള്ള അനാദരവായി മാറും. സഹോദരങ്ങളെ, ഏതെല്ലാം തരത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്കൊരു വോയിസ് കിട്ടുന്നു. അദ്ദേഹത്തിന്റെ വീട്